വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം, നാം വേഗമോടിടാം. വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം, നാം വേഗമോടിടാം. നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ. നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ. നമ്മുടെ വീട് ആ നിത്യമാം വീട് വാനാലോകത്തില്. നമ്മുടെ വീട് ആ നിത്യമാം വീട് വാനാലോകത്തില്. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ പ്രബോധനം കേൾക്കായികയാൽ അവൻ മരിക്കും, മഹാപോഷത്വത്താൽ അവൻ വഴിതെറ്റിപ്പോകും എന്നുള്ള വാക്യമാണ്. ഈ വാക്യവും ഓർപ്പിക്കുന്നത് മഹാപോഷത്വം നിമിത്തം, വിവരക്കേട് നിമിത്തം, ബുദ്ധിഹീനത നിമിത്തം എന്നൊക്കെ വേണമെങ്കിൽ പറയുവാൻ കഴിയും. ആ നിലകളിൽ ജീവിക്കൊണ്ട് മനുഷ്യൻ വഴിതെറ്റി നാശത്തിലേക്ക് കടന്നു പോകുന്നതിന് കാരണമായിത്തീരുന്നു എന്നുള്ളതാണ്. 14-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത്, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു, നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലും ഇല്ല. നീതികേട് പ്രവർത്തിക്കുന്നവർ ആരും അറിയുന്നില്ലയോ? അകൃത്യം പ്രവർത്തിക്കുന്ന ആളുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അകൃത്യമാണ്, തിന്മയാണ്, തെറ്റായ മാർഗമാണ്, തെറ്റായ വഴികളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് വേണ്ടതുപോലെ ഗ്രഹിക്കാതെ അവർ കടന്നു പോകുന്നു എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ എങ്ങനെ ആയിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് തീത്തോസിൻ്റെ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്. 3-ാം അധ്യായത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കീഴടങ്ങി അനുസരിപ്പാനും സകല സൽപ്രവർത്തിക്കും ഒരുങ്ങിയിരിപ്പാനും ആരെക്കൊണ്ടും ദൂഷണം പറയാതെയും കലഹിക്കാതെയും ശാന്തന്മാരായി സകല മനുഷ്യരോടും പൂർണ്ണ സൗമ്യത കാണിപ്പാനും അവരെ ഓർമ്മപ്പെടുത്തണമെന്ന് കൃത്യമായി ഓർപ്പിക്കുകയാണ്. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളിൽ നിന്ന് മനുഷ്യൻ മഹാപോഷത്വത്താൽ തെറ്റായ മാർഗങ്ങളിലേക്ക് കടന്നു പോകുന്നു എന്നവിടെ പിന്നെയും ഓർപ്പിക്കുന്നുണ്ട്. മുമ്പേ നാമും ബുദ്ധികെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാമോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈശയിലും അസൂയിലും കാലം കഴിക്കുന്നവരും അങ്ങനെ താഴേക്ക് പറയുകയാണ്, ആ വഴികളിലൊക്കെ നടന്നവരാണ്. തെറ്റായ വഴികളിലൂടെ നടന്ന നമ്മെ അധികാരത്തിൻ്റെ വാസ്തവമായുള്ള നീതിപൂർവമായുള്ള ഒരു ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് കൊണ്ടുവന്നിരിക്കെ പിന്നെയും പോഷത്വത്തിലൂടെ തെറ്റായ വഴികളിലൂടെ നാം കടന്നു പോകുവാൻ ഇടയായി തീരരുത് എന്ന് നമ്മെ ഒന്ന് ഓർപ്പിക്കുകയാണ്. ഗോഗിനോട് പറയുന്നൊരു വാക്ക് എഹെസ്കേൽ 39 ഓർപ്പിക്കുന്നുണ്ട്. അവിടെ പറയുന്നത്, ഞാൻ നിന്നെ വഴി തെറ്റിച്ച് നിന്നിൽ 6-1 ശേഷിപ്പിച്ച് നിന്നെ വടക്കേ അറ്റത്തുനിന്ന് പുറപ്പെടുവിച്ച് ഇസ്രായേൽ പർവ്വതത്തിൽ വരുത്തും എന്നുള്ള വാക്കുകളാണ്. ഇവിടെയും തെറ്റായ മാനദണ്ഡങ്ങൾ തിരഞ്ഞെടുത്ത് തിന്മയുടെ വഴികളിലൂടെ കടന്നുപോയി തെറ്റായ മാർഗങ്ങളിലൂടെ നടന്നു നീങ്ങുന്ന വ്യക്തിയോട് ദൈവാത്മാവ് പറയുന്നത്, നിന്നെ ഞാൻ ഒരു വല്ലാത്ത സ്ഥലത്തു കൊണ്ട് എത്തിക്കും എന്ന് ഓർമ്മപ്പെടുത്തുക കൂടെ ചെയ്യുന്നുണ്ട്. ഈ വാക്യങ്ങളൊക്കെ നമ്മെ ആഴമായി ഓർപ്പിക്കുന്നതും നമ്മെ ഗുണദോഷിക്കുന്നതും എന്താണെന്ന് ചോദിച്ചാൽ, തെറ്റായ വഴികളിലൂടെ കടന്നുപോയിട്ട് വലിയ നാശത്തിൽ നാം ചെന്നകപ്പെടാതിരിക്കേണ്ടതിന് മഹാപോഷത്വം വിട്ട് തെറ്റായ വഴികൾ വിട്ട് നേരായ വഴികളിലൂടെ
നമുക്ക് മുൻപോട്ട് യാത്ര ചെയ്യുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. അതിനെൻ്റെ കേൾവിക്കാരായി നിങ്ങളെ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ പോഷത്വത്താലും തിന്മയാലും അനീതിയാലും അകൃത്യത്താലും തെറ്റായ വഴികളിലൂടെ കടന്നുപോയി വലിയ നാശത്തിൽ ചെന്ന് ഭവിക്കാതെ ഞങ്ങൾ തിരഞ്ഞെടുക്കേണ്ട വഴികൾ തിരഞ്ഞെടുത്ത് ആ വഴികളിലൂടെ യാത്ര ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.